തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ബി.ജെ.പി. RSS ഏറ്റുമുട്ടൽ രൂക്ഷമാകുകയാണ്. ബി.ജെ.പിയെ വിമർശിച്ച് RSS മുഖപത്രം തന്നെ രംഗത്തെത്തി. ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ബി.ജെ.പി. നേതാക്കൾ ശ്രമിച്ചിട്ടില്ലെന്നും മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ മതിമറന്നെന്നും മുഖപത്രം ലേഖനത്തിലൂടെ വിമർശിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. എടുത്ത ഓരോ തീരുമാനങ്ങളും തെറ്റിപ്പോയെന്ന് നിരത്തിക്കൊണ്ടാണ് വിമർശനം. മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെ മുന്നണിക്കൊപ്പം ചേർത്തത് ബി.ജെ.പിക്ക് തിരിച്ചടിയുണ്ടാക്കിയെന്ന് ലേഖനത്തിൽ പറയുന്നു. പാർട്ടിയുടെ എംപിമാരും മന്ത്രിമാരും നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ പാളിച്ചകൾ ഉണ്ടായെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. RSS ബി.ജെ.പിയുടെ ഗ്രൗണ്ട് ഫോഴ്സ് അല്ലെന്ന് ഓർമ്മ വേണമെന്ന മുന്നറിയിപ്പോടെയാണ് ലേഖനം അവസാനിക്കുന്നത്. RSS ബി.ജെ.പി. ബന്ധം മോശമാണെന്ന സൂചന പലവട്ടം വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെത്തിയതായിരുന്നു പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയോടെ ബി.ജെ.പിക്ക് മേൽ RSS നിയന്ത്രണം പഴയപടി ശക്തമായേക്കും. RSSന്റെ സഹായം വേണ്ടാത്ത അത്രയും ബി.ജെ.പി. കരുത്തരായെന്ന് JP നദ്ദ അവകാശപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് പാർട്ടിക്ക് തിരിച്ചടിയേറ്റത്. ഇതിനിടെ മണിപ്പൂർ വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ RSS മേധാവി തന്നെ രംഗത്തെത്തി. ഒരു വർഷത്തിനു ശേഷവും മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാത്തത് ശരിയായ നടപടിയല്ലെന്നാണ് മോഹൻ ഭഗവതിന്റെ വാക്കുകൾ. സംഘർഷഭരിതമായ വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ മുൻഗണനയോടെ പരിഗണിക്കണമെന്നും മോഹൻ ഭഗവത് പറയുന്നു. അതേസമയം RSS അതൃപ്തി വ്യക്തമാക്കിയതിലൂടെ UP-യിൽ അടക്കം കിട്ടിയ തിരിച്ചടിയിൽ RSS പങ്ക് ഉറപ്പിക്കുകയാണ് ബി.ജെ.പി.